കളക്ഷനിൽ ഇന്ത്യൻ ടൂവിനേക്കാൾ പിന്നിൽ. ആദ്യ വാരാന്ത്യത്തിൽ ബോക്സ് ഓഫീസിൽ വീണ് തഗ് ലൈഫ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യ വാരാന്ത്യം പിന്നിടുമ്പോൾ സിനിമയ്ക്ക് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 50 കോടി ക്ലബിൽ പോലും എത്താൻ സാധിച്ചില്ല. കമലഹാസനും മണിരത്നവും വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച തഗ് ലൈഫ് എന്ന സിനിമ ഏറെ പ്രതീക്ഷകളുമായാണ് തിയേറ്ററുകളിൽ എത്തിയത്. എന്നാൽ ആ പ്രതീക്ഷകൾ അസ്ഥാനത്താക്കിയുള്ള പ്രേക്ഷക പ്രതികരണങ്ങളായിരുന്നു തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചത്. ആദ്യ വാരാന്ത്യം പിന്നിടുമ്പോൾ സിനിമയ്ക്ക് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 50 കോടി ക്ലബിൽ പോലും എത്താൻ സാധിച്ചില്ല എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ആദ്യ ദിനത്തിൽ ചിത്രം 15.5 കോടിയായിരുന്നു ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. എന്നാൽ അടുത്ത ദിവസം അത് 7.15 കോടിയായി കുറഞ്ഞു. ശനിയാഴ്ച കളക്ഷൻ അല്പം വർദ്ധിച്ച് 7.75 കോടി നേടി. ഞായറാഴ്ച 5.24 കോടിയാണ് സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. ആദ്യ വാരാന്ത്യത്തിൽ ആകെ സിനിമ നേടിയത് 35.64 കോടി രൂപയാണ്. ചിത്രം പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെന്നും നിരാശമാക്കിയെന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച അഭിപ്രായങ്ങൾ തെളിയിക്കുന്നത് മണിരത്നത്തിൽ നിന്നും ഇങ്ങനെയൊരു ചിത്രം പ്രതീക്ഷിച്ചില്ലെന്നും പറയുന്നവരുണ്ട്. AR റഹ്മാന്റെ പശ്ചാത്തല സംഗീതം പൂർണ്ണമായും നിരാശപ്പെടുത്തിയെന്നും പ്രേക്ഷകർ എക്സിൽ കുറിക്കുന്നുണ്ട്. 2 മണിക്കൂർ 45 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം. ജോജു ജോർജ്, തൃഷ, അഭിരാമി, ഐശ്വര്യലക്ഷ്മി, നാസർ, അശോക് സെൽവൻ, അലി ഫസൽ, ഷിജു സെൻഗുപ്ത, സാനിയ മൽഹോത്ര, രോഹിത് ഷറഫ്, വയ്യാപുരി തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണൽ, മദ്രാസ് ടാക്കീസ്, റെഡ് ജെയിന്റ് മൂവീസ്, ആർ മഹേന്ദ്രൻ, ശിവ അനന്ത് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. തിയേറ്ററിൽ പൊട്ടി, പക്ഷേ ഫസ്റ്റ് ഡേ കളക്ഷനിൽ എമ്പുരാനും തൊടാനായില്ല. ഫസ്റ്റ് അടിച്ച ഒരു ഫ്ലോപ്പ് പടം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. തിയേറ്ററിൽ വമ്പൻ പരാജയമായ സിനിമയുടെ ഓപ്പണിംഗ് കളക്ഷൻ 82 കോടിയാണ്. ഈ വർഷം പകുതിയോട് അടുക്കുമ്പോൾ വിവിധ ഇൻഡസ്ട്രികളിൽ നിന്ന് വലുതും ചെറുതുമായി നിരവധി ചിത്രങ്ങളാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. മലയാളത്തിൽ 2 ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകളാണ് ഇതുവരെ ലഭിച്ചത്. ഇതിൽ 2 മോഹൻലാലിന്റെ സിനിമകളാണ്. എമ്പുരാൻ ഇൻഡസ്ട്രി ഹിറ്റായപ്പോൾ തുടരും കേരളത്തിൽ നിന്ന് മാത്രം 100 കോടിയിലധികം നേടിയിട്ടുണ്ട്. ഇപ്പോഴിതാ 2025 ഇതുവരെ ഇറങ്ങിയ ഇന്ത്യൻ സിനിമകളുടെ ഓപ്പണിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ എത്തിയിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസാണ് കളക്ഷൻ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. 16 സിനിമകളാണ് ലിസ്റ്റിൽ ഉള്ളത്. ഇതിൽ ഒന്നാം സ്ഥാനം ശങ്കർ സംവിധാനം ചെയ്ത രാം ചരൺ നായകനായ ഗെയിം ചേഞ്ചർ ആണ്. ഗെയിം ചേഞ്ചർ തിയേറ്ററിൽ വമ്പൻ പരാജയമായ സിനിമയുടെ ഓപ്പണിംഗ് കളക്ഷൻ 82 കോടിയാണ്. 450 കോടി മുടക്കിയെടുത്ത സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്നും 182 കോടി മാത്രമാണ് ഫൈനൽ കളക്ഷനായി നേടാനായത്. എന്നാൽ ഓപ്പണിംഗ് ഡേ കളക്ഷനിൽ ചരിത്രത്തെ വെല്ലാൻ ആർക്കുമായിട്ടില്ല. 68.2 കോടി നേടി മോഹൻലാൽ ചിത്രം എമ്പുരാനാണ് രണ്ടാം സ്ഥാനത്ത്. സൽമാൻ ഖാൻ ചിത്രം 54.72 കോടി നേടി മൂന്നാമതെത്തിയപ്പോൾ അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി 54.25 കോടിയുമായി നാലാം സ്ഥാനത്തെത്തി. ചാവ 50 കോടി, വിടാമൂർച്ചി 49 കോടി, ദാക്കു മഹാരാജ 42 കോടി, തഗ് ലൈഫ് 42 കോടി, ഹേസ്ഫുൾ 5.5 39.84 കോടി, ഹിറ്റ് 3 37.5 കോടി, റെട്രോ 32.7 കോടി, സംക്രാന്തിക്ക് വസ്തുതം 32 കോടി, റൈഡ് 2 26 കോടി, സ്കൈ ഫോഴ്സ് 20 കോടി, തണ്ടേൽ 18.3 കോടി എന്നീ ചിത്രങ്ങളാണ് ലിസ്റ്റിൽ ഉള്ളത്. 16ാം സ്ഥാനത്ത് മലയാളത്തിന്റെ തുടരും ഇടം പിടിച്ചു. 17.10 കോടിയാണ് തുടരുമിന്റെ ആദ്യദിന കളക്ഷൻ. എന്റെ തലയെ ഞായറും മോഹൻലാലും പിള്ളേരും കൊണ്ടുപോയി. കളക്ഷനിൽ മിന്നി ചോട്ടാ മുംബൈ. മോഹൻലാൽ, അൻവർ റഷീദ് ടീമിന്റെ സൂപ്പർ ചിത്രമാണ് ചോട്ടാ മുംബൈ. മോഹൻലാൽ നായകനായി എത്തിയ ചോട്ടാ മുംബൈ കഴിഞ്ഞ ദിവസം മുതൽ വീണ്ടും തിയേറ്ററുകളിൽ എത്തിയിരുന്നു. 4K ഡോൾബി അറ്റ്മോസ് സാങ്കേതിക മികവോടെ റിലീസ് ചെയ്ത സിനിമയ്ക്ക് മികച്ച വരവേൽപ്പാണ് മലയാളികൾ നൽകിയതും. ചിത്രത്തിന്റെ ആദ്യ 3 ദിവസത്തെ കളക്ഷൻ കണക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് സിനിമ 1,90,00,000 രൂപയാണ് നേടിയിരിക്കുന്നത്. ഞായറാഴ്ച മാത്രം കേരളത്തിൽ നിന്ന് ആകെ നേടിയത് 70 ലക്ഷമാണ്. ചിത്രത്തിന് ലഭിക്കുന്ന സ്വീകാര്യത കണക്കിലെടുക്കുമ്പോൾ മലയാളത്തിൽ റിലീസ് റെക്കോർഡുകളിൽ ചോട്ടാ മുംബൈയും ഇടം പിടിക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ നിഗമനം. മോഹൻലാൽ, അൻവർ റഷീദ് ടീമിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ചോട്ടാ മുംബൈ. ബെന്നി പി നായരമ്പലം ആയിരുന്നു ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയത്. ചോട്ടാ മുംബൈയിലെ സീനുകൾക്കും തമാശകൾക്കും പാട്ടുകൾക്കുമെല്ലാം ഇന്നും ആരാധകർ ഏറെയാണ്. ഭാവന, കലാഭവൻ മണി, സിദ്ദിഖ്, ജഗദീഷ് ശ്രീകുമാർ, ഇന്ദ്രജിത്ത് സുകുമാരൻ, മണിക്കുട്ടൻ, ബിജുക്കുട്ടൻ, സായ് കുമാർ, രാജംപി ദേവ്, വിനായകൻ, മണിയമ്പിള്ള രാജു, മല്ലിക സുകുമാരൻ, സുരാജ് വെഞ്ഞാറമൂട്, കൊച്ചിൻ ഹനിഫ, ഭീമൻ രഘു, വിജയരാഘവൻ തുടങ്ങിയ വലിയ താരനിര തന്നെ സിനിമയുടെ ഭാഗമായിരുന്നു. രാഹുൽ രാജ് ആയിരുന്നു സംഗീത സംവിധാനം.
അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തൂ. ഒന്ന് ചോട്ടാ മുംബൈ ബിഗ് ബിയെ തോൽപ്പിച്ചിട്ടും മുന്നിൽ മമ്മൂട്ടി. 2007 തലയും പിള്ളേരും 3-ാം സ്ഥാനത്ത്. ഒരു കൾട്ട് ഫാൻ ബേസ് തന്നെ ഉണ്ടാക്കിയെടുക്കാനും ചോട്ടാ മുംബൈക്ക് സാധിച്ചു. അതിന്റെ തുടർച്ചയാണ് ഇന്നും കാണുന്ന ഈ ട്രെൻഡിങ്. കേരള തിയേറ്ററുകളിൽ വമ്പൻ ഓളമാണ് മോഹൻലാലിന്റെ റീ റിലീസ് ചിത്രം ചോട്ടാ മുംബൈ സൃഷ്ടിക്കുന്നത്. അൻവർ റഷീദും ബെന്നി പി നായരമ്പലവും ചേർന്ന് ഒരുക്കിയ ചിത്രം 2007 വിഷു റിലീസായി ഇറങ്ങിയ മമ്മൂട്ടിയുടെ അമൽ നീരദ് ചിത്രം ബിഗ് ബിയെ മറികടന്ന് വിഷു വിന്നറായി മാറിയിരുന്നു. പിൻകാലത്ത് ഒരു കൾട്ട് ഫാൻ ബേസ് തന്നെ ഉണ്ടാക്കിയെടുക്കാനും ചോട്ടാ മുംബൈക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ തുടർച്ചയാണ് ഇന്നും കാണുന്ന ഈ ട്രെൻഡ്. എന്നാൽ ആ വർഷത്തെ ഇയർ ടോപ്പർ ആകാൻ ചോട്ടാ മുംബൈക്ക് കഴിഞ്ഞില്ലായിരുന്നു. ബിഗ് ബിയെ ക്ലാഷിൽ മുട്ടുകുത്തിച്ചെങ്കിലും ആ വർഷം കളക്ഷന്റെ കാര്യത്തിൽ തലയ്ക്കും പിള്ളേർക്കും 3-ാം സ്ഥാനം മാത്രമേ നേടാൻ പറ്റിയുള്ളൂ. ഒരുപാട് മികച്ച സിനിമകൾ ഇറങ്ങിയ 2007 മോഹൻലാലിന്റെ 2 ചിത്രങ്ങളാണ് ആദ്യ 3 സ്ഥാനങ്ങളിൽ ഇടം നേടിയത്. എന്നാൽ ഒന്നാമതെത്തിയത് ഒരു മമ്മൂട്ടി ചിത്രമായിരുന്നു. ഷാഫിയുടെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായി എത്തിയ മായാവിയാണ് 2007 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രം. ബോക്സ് ഓഫീസിൽ കണക്കുകൾ പ്രകാരം 15 കോടിയാണ് ചിത്രം ആ വർഷം കളക്ട് ചെയ്തത്. 100 ദിവസത്തിന് മുകളിൽ ഈ ചിത്രം തിയേറ്ററുകളിൽ ഓടുകയും ചെയ്തു. മോഹൻലാലിനെ നായകനാക്കി റാഫി മെക്കാർട്ടിൻ സംവിധാനം ചെയ്ത ഹലോ ആണ് മായാവിക്ക് പിന്നിൽ 2-ാം സ്ഥാനത്തുണ്ടായിരുന്നത്. 12 കോടിയോളം ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും നേടി. ചോട്ടാ മുംബൈയുടെ അന്നത്തെ കൃത്യമായ കളക്ഷൻ വിവരം ലഭ്യമല്ലെങ്കിലും സിനിമാ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം 3-ാം സ്ഥാനമാണ് ഈ ചിത്രത്തിനുള്ളത്. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ലിമിറ്റഡ് റിലീസിൽ കളക്ഷൻ വാരിക്കൂട്ടുകയാണ് ചോട്ടാ മുംബൈ. ആ വർഷം അത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെടാതിരുന്ന ചോട്ടാ മുംബൈയും മമ്മൂട്ടിയുടെ ബിഗ് ബിയുമാണ് ആ വർഷം ഇറക്കിയതിൽ സിനിമാ പ്രേമികളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ചിത്രങ്ങൾ. ഇപ്പോഴിതാ റീ റിലീസിനും ചോട്ടാ മുംബൈയുടെ അതിന്റെ എല്ലാവിധ ശക്തിയും കാണിക്കുകയാണ്. റീ റിലീസിൽ ആദ്യ ദിനം 40 ലക്ഷം നേടിയ സിനിമ 2-ാം ദിനത്തിൽ 75 ലക്ഷത്തിലധികം രൂപ സ്വന്തമാക്കി. വരും ദിവസങ്ങളും സിനിമയുടെ കളക്ഷൻ ഉയരാനാണ് സാധ്യത. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക.